ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നതേ ഒരു ക്ഷേത്രമുറ്റത്താട്ടോ, ചെങ്കല്ല് പാകിയ ക്ഷേത്രമുറ്റത്ത്. ബിനീഷേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളെ ചെങ്കല്ല് നമുക്കിവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. കാലിന് എന്തൊരു സുഖമാണെന്ന് അറിയോ. ഇതിലൂടെ ഞാൻ കുറച്ചപ്പോൾ നടന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആളുകൾ പറയുന്നുണ്ട് ഈ ചെങ്കല്ലോട് പാവിങ് ചെയ്താൽ വഴുക്കി പോകുന്നൊക്കെ, വഴുക്കുണ്ടാവുന്നൊക്കെ. അങ്ങനെ ഉണ്ടാവുമോ? വഴുക്കൊന്നുമില്ല. ഇല്ലല്ലേ. അപ്പോൾ ഇത് ബിനീഷ് കേട്ടോ, നമ്മളെ ചെങ്കല്ലിൻ്റെ കുളം ചെയ്തില്ലേ, മുന്നേ ഒരു കുളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നല്ല വലിയൊരു കുളം. എന്താ ആ കുളമൊക്കെ കുറെ മുന്നേ ചെയ്താണല്ലോ അല്ലേ? വേറെയും വർക്കുകളൊക്കെ തുടങ്ങിയോ? ഇപ്പം വർക്ക് ഉണ്ടല്ലേ. കുളം സ്പെഷ്യലിസ്റ്റ് ആട്ടോ, ചെങ്കല്ലിൽ കുളം നല്ല ഡിസൈൻ കുളം ചെയ്യുന്ന ആളാണ്. ഇതേപോലെ വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് അധികം ആരും ചെയ്യാത്തതാണ് ഈ ചെങ്കല്ലിലെ പാവിങ്ങിലെ ഡിസൈന്. സാധാ വെറുതെ ചെങ്കല്ല് അങ്ങനെ ഇങ്ങനെ വെക്കല്ല കേട്ടോ, ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാ ഓരോ ഡിസൈൻ, ഇതാ ഈ ഇവിടെ ഒരു ഡിസൈൻ ആണെങ്കിൽ അപ്പുറത്ത് വേറെ ഡിസൈന്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അന്ന് നമ്മൾ കുളത്തിൻ്റെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ആ ചെയ്യുന്ന കുറച്ച് ക്ലിപ്പുകളൊക്കെ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പണി മുഴുവനായതിന് ശേഷം നമുക്കൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ നീലേശ്വരം വന്നിട്ടേ ഈ ഒരു വർക്ക് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വർക്കാണ് ചെയ്യലല്ലേ വിനീഷ്? ചെങ്കലിന്റെ പാവിങ്ങും അതേപോലെ കുളവും അല്ലേ? ഇതിലേക്ക് ഇറങ്ങാൻ എന്താ കാരണം? ആരോ ഗുരു, എങ്ങനെയാണ് ഇത് ഇതിലേക്ക് എത്തിയത്? ഇത് ഇങ്ങനെ പഠിച്ചത് തന്നെ. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെങ്കല്ലല്ലേ, അതായത് കാസർഗോഡ് ഇല്ലേ? ഒരു കല്ലിന് എത്ര വില വരും അവിടെ? ഇവിടെ 30 രൂപ, 35-30 രൂപയ്ക്കും ഇടയിലേ. ഇത്രയും നല്ല ചെങ്കല്ലേ, ഇതിനെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട് കേട്ടോ. അതായത് ഇത്രയും നല്ല കല്ല് എന്ന് പറഞ്ഞാൽ എന്താ സുഖം എന്ന് ചവിട്ടി നിൽക്കാൻ. ഈ കല്ലിന് 30-35 രൂപ വരും. അപ്പൊ ഇതോട് ചെയ്തിട്ടുള്ള ചുമര് ചെയ്തിട്ടുള്ള ഈ ലെവലിലാണ് വരും അല്ലേ? എന്താ ഈ ചുമരൊന്ന് കണ്ടാലോ. അതായത് നമ്മളെ പേപ്പർ ജോയിന്റ് പടവ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ണൂർ കല്ല് വെച്ചിട്ട്, നമ്മളെ മലപ്പുറം കല്ല് വെച്ചിട്ടൊക്കെ ചെങ്കല്ലിന്റെ പേപ്പർ ജോയിന്റ് പടവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ഇതാണ് ശരിക്കും ഇതിലെ കാസർഗോഡ് കല്ലിന്റെ ഒരു ഭംഗി. എന്താ ഭംഗി! ഇത് ശരിക്കും ചെത്തി ചെയ്യുന്നതല്ലേ? അതെ. ഓക്കെ, ഇതിന്റെ വർക്ക് ചെയ്യാറുണ്ടോ? ഇതിന്റെ വർക്ക് ചെയ്യാറുണ്ട്. ഇത് എന്റെ ഒരു സുഹൃത്ത് ചെയ്തതാണ്, രാജ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ അത്യാവശ്യം വർക്ക് വരില്ല ഇത് ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ? അതെ. പോളിഷ് ചെയ്താൽ അത് ആ ഒരു കാഴ്ചക്ക് ഉണ്ടല്ലേ? അതുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും കേട് വരാതെ ഈ ഇതിലാണ് നിൽക്കുന്നത്. ഇതിലിപ്പോ ഇനി പെയിന്റ് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കല്ല് വെക്കാൻ ഒരു 200 രൂപയൊക്കെ വരില്ല അതിന്റെ ഈ ഫുള്ള് വർക്ക് കഴിയുമ്പോഴേക്ക്? ഏകദേശം ഒരു 200 രൂപ അങ്ങനെ ആ റേഞ്ചിൽ വരും. അതൊരു എന്താ പറയാ, അതൊരു പൈസയല്ല, അതൊരു മോഹവില അങ്ങനെയാണ്. കാരണം വർക്ക് വരില്ല, ഒരുപാട് വർക്ക് വരും. അതാണ് അതിൻ്റെത്. അപ്പൊ നമ്മള് ഇതാണ്, ഇതിപ്പോ ചെത്താതെയല്ലേ ചെയ്തിട്ടുണ്ടാവുക? ഇതെല്ലാം ചെത്താത്ത കല്ലാണ്. ചെത്താത്ത കല്ല്. ഒരു കല്ല് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഫുള്ള് കല്ലാണ്. ഇഷ്ടംപോലെ കല്ലുണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെ വേണമെങ്കിൽ ഇത് ഒരു കല്ല് രണ്ടായിട്ട് മുറിച്ചിട്ട് ചെയ്യാലോ? രണ്ടായിട്ട് ചെയ്യാം. ഇത് പിന്നെ നമ്മളൊരു പൈസ ബാങ്കിലിട്ട പോലെയാണ്. ഇത് ദിനം പ്രതി ഇതിന് കല്ലിന് ഡിമാൻഡും വിലയും വർദ്ധിച്ചു വരുന്നല്ലേ. ഇത് ഏത് വർഷം എപ്പോഴാണെങ്കിലും ഇത് എടുക്കാൻ പറ്റും, കേടുവരില്ലല്ലോ. എടുത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നമ്മളൊക്കെ വെള്ളം നിൽക്കുന്ന ഭാഗത്ത് കുളത്തിലൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വെള്ളം അടിക്കുന്നുള്ള ഡാമേജ് അതിന് വരില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആയിട്ടുള്ളത്. അപ്പൊ അതാ അവിടെ ഇതൊരു ക്ഷേത്രമാണ്, പഴയൊരു ക്ഷേത്രം അല്ലേ? ഇത് പാലായി വള്ളിക്കുന്ന് പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. ഇതിനൊരു ക്ഷേത്ര കുളമൊക്കെ ഉണ്ടല്ലോ. ഇതൊരു കിണറാണ് അല്ലേ? ഈ ഒരു കിണർ നമ്മൾ അന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു സാധാരണ കാണാത്തൊരു കിണറ്, ചെറിയ കിണർ. ഇതിന് എന്താ പേരുണ്ടോ ഇതിന്? ഇത് മണിക്കിണർ എന്ന് പറയും. മണിക്കിണർ അല്ലേ? ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ഇത് ഇത്രയും കല്ലാണല്ലേ? ഇതുവരെ ചെങ്കല്ല്, ഇത്രയും കല്ല് വെച്ചിട്ട് കെട്ടിയിട്ടുള്ള ഒരു കിണറാണ്. ക്ഷേത്രം മുറ്റത്തന്നെയുള്ള ഒരു കിണറാണിത്. അപ്പോൾ ഒരു കരിങ്കല്ലിന്റെ ഒരു ഭീമ് പോലത്തെ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. പാലം അല്ലേ? അപ്പൊ ഇതിന്റെ ക്ഷേത്രാവശ്യത്തിനുള്ള വെള്ളം ക്ഷേത്ര ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം അല്ലേ? ഇത് എവിടെ ഏതാ പ്രതിഷ്ഠ എന്താ വരുന്നത്? ഭഗവതി പ്രതിഷ്ഠയാണ്. ഭഗവതി പ്രതിഷ്ഠയാണ്. അപ്പൊ ഈ ഒരു കല്ലിന്റെ ജോയിന്റ് ഒന്നും തീരെ കാണുന്നില്ല. ഞാൻ കുറെ നോക്കിയത് എവിടെയാണ് രണ്ട് കല്ല് തമ്മിലുള്ള ജോയിന്റ് എവിടെയാണ്, ഒരു കല്ല് അതൊന്നും ഇതിൽ കാണുന്നില്ല എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് പഴയ കട്ടാണ് കേട്ടോ, പഴയ കല്ലാണ്. ഇതൊന്ന് ഇപ്പോൾ റീപോളിഷ് ചെയ്താണ്, ഇവിടെ റീപോളിഷ് ചെയ്തിട്ട് ലൈൻ ഇട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എന്താണ്. അപ്പോൾ ഈ ഒരു കാസർഗോഡ് കല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ. നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ഉള്ള കല്ലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബിനീഷ, ഇത് തറവാട് അല്ലേ? തറവാട് തന്നെ അമ്പലത്തിൻ്റെ തറവാടെന്നാണ് ഇവിടെ പറയാ. ഒരു മരത്തിന്റെ പില്ലറൊക്കെ വെച്ചിട്ട്. ഇത് സാധാരണ പടവാണ് അല്ലേ? ഇത് നോക്കുന്നവന് മാത്രമേ ഇതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ അല്ലേ? സാധാരണ പടവില് ലൈന് വരച്ചതാണ്. ഇത് ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ കുറച്ച് ജോയിന്റ് ശരിക്കും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും പേപ്പർ ജോയിന്റ് പടവ്. ഇതിൽ നമുക്ക് ഒരു കല്ല്, ഓരോ കല്ലിന്റെ ജോയിന്റ് തീരെ അറിയാത്ത രീതിയിൽ തന്നെ
പറ്റിച്ച് നിൽക്കും അല്ലേ? പറ്റിച്ചേക്കും. സിമെന്റ് ഇല്ലാതെ പറ്റിച്ച് ഒരു കല്ലിൻ്റെ ശരിക്കും ഒരു കല്ലിൻ്റെ മുകളിൽ ശരിക്കും പറ്റിച്ച് നിൽക്കും. ഇതിൻ്റെ കോർണറൊക്കെ വളരെ വൃത്തിയായിരിക്കും. അതിൽ ഈ ഒരു ജോയിന്റിലാണ് ഈ ഒരു ലൈൻ ഇട്ടത്. 2 കല്ലിൻ്റെ ജോയിൻ്റാണ് ഈ ലൈന് വരുന്നത്. ഈ ലൈനിൽ എന്താ പറയുക, സിമെന്റ് വെച്ച അടയാളം, അടച്ച അടയാളം ഒന്നും വല്ലാതെ കാണൂല. പിന്നെ ഇതിൻ്റെ പോളിഷ് കറക്റ്റായിരിക്കും. ഇതും കറക്റ്റ് ലെവൽ ചെയ്ത് പോളിഷ് ചെയ്ത് തന്നെയാണ് അല്ലേ? പോളിഷ് ചെയ്ത് തന്നെയാണ്. അപ്പം ഈ സാധാരണ പടവും പേപ്പർ ജോയിന്റ് പടവും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇത് നീലേശ്വരം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉത്സവത്തിന് എന്താ ഉത്സവം നടക്കാറില്ല ഇവിടെ? ഇപ്പം പുരപ്രതിഷ്ഠ കഴിഞ്ഞ് കളിയാട്ടം ഈ മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞതേ. ഇനി ഇവിടെ എന്താ ഉണ്ടാവുക? ഈ തീറ, തെയ്യം, അങ്ങനത്തെ പരിപാടി? ഇവിടെ തെയ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ തെയ്യം ഉറഞ്ഞാടുന്ന സ്ഥലമാണിത്. ഉറഞ്ഞാടുന്ന സ്ഥലമാണ്. അപ്പൊ ഈ കല്ല് പതിച്ച സമയത്ത് നല്ല ഒരു അനുഭവമായിരിക്കില്ല ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്കും. ഒരു രാത്രി എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആയിരിക്കില്ലേ കല്ലും കൂടി പതിച്ച സമയത്ത്? അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ? ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തെയ്യക്കോലം ഉണ്ട് ഇവിടെ ഈ അമ്പലത്തിൽ. ഉഗ്രമൂർത്തിയായ കാട്ടിപ്പോതി പറഞ്ഞിട്ടുള്ള ഒരു അത് ഇവിടെ മാത്രമേ? ഇത് ഞാൻ എന്നെ കണ്ടത് ഇവിടുന്ന് മാത്രമാണ്. അത് ശരി. അത് ഉറഞ്ഞാടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും സ്ഥലം ഉണ്ട്. ഇത് ദേവീക്ഷേത്രം, അപ്പുറത്ത് വേറൊരു ദേവീക്ഷേത്രം, 2 ദേവീക്ഷേത്രം തന്നെ, കുറേ മൂർത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു കല്ലൊക്കെ ഈ ഒരു ചെങ്കല്ല് പാവിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രം മുറ്റത്ത് നിന്ന് നല്ല ഒരു മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് പാവിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നേ വരുമ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ പടവ് കല്ല്, ഇതിൻ്റെ ചുമരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചുമരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാസർഗോഡ് കല്ലിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാനാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചെങ്കല്ലിനെ സ്നേഹിക്കുന്ന, ചെങ്കല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. വളരെ നന്ദി മിനീഷേ, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം.